രാഹുൽ മാങ്കൂട്ടം തന്റെ ലീലാവിലാസങ്ങളിൽ സ്ത്രീകളുടെ പരാതിയുടെ പേരിലാണ് ദേശീയ ശ്രദ്ധ നേടിയതെങ്കിൽ ഇവിടെ ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാൻ VT ബൽറാമിൻ്റെ ഒരൊറ്റ പോസ്റ്റാണ് ദേശീയ കോൺഗ്രസ്സുകാർ എല്ലാവരും ഉറ്റുനോക്കിയത്. ദേശീയ തലത്തിൽ ആദ്യം ശ്രദ്ധിക്കപ്പെട്ടതും പിന്നെ വലിയ വിമർശനം ഉയർന്നതും മാങ്കൂട്ടമാണെങ്കിൽ ഇപ്പോഴത്തെ VT ബൽറാം. രാഹുൽ ഗാന്ധി ബീഹാറിൽ പര്യടനം നടത്തുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലോലവിലാസങ്ങൾ പിന്നാലെ ഉയർന്നു കേട്ടത്. അത് ബീഹാറിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രയോഗിക്കാൻ പറ്റിയ ആയുധമായി BJPക്കാർ ഉയർത്തിക്കാട്ടുകയായിരുന്നു. മുക്കിന് അവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ മാങ്കൂട്ടത്തിലും രാഹുൽ ഗാന്ധിയും ഒപ്പം നിൽക്കുന്ന ദൃശ്യങ്ങൾ വരെ അടക്കം പ്രചരിപ്പിച്ച് പരമാവധി നാണകെടുത്താൻ നോക്കി. ഇതും ബീഹാറിനെ ചുറ്റിപ്പറ്റി തന്നെ. ബിഡിയും ബീഹാറും ബിയിലാണ് തുടങ്ങുന്നതെന്ന അതൊരു പാപമായി കണക്കാക്കാൻ ഇനി പറ്റില്ലെന്ന VT ബൽറാമിൻ്റെ ബുദ്ധിയിലുദിച്ച കോൺഗ്രസ് കേരള ഘടകത്തിൻ്റെ ആ വിവാദ എക്സ്പോസ്റ്റ് അതിലാണിപ്പോൾ കടുത്ത നടപടിയെടുക്കാൻ ദേശീയ നേതൃത്വം കേരള ഘടകത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ RJDയുമായി ചേർന്ന് കോൺഗ്രസ് ഒരു മുന്നേറ്റത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് ഇവിടെ ഒന്നുമല്ലാത്ത കേരളത്തിൽ നിന്നുള്ളൊരു വെടി. ബീഹാറിൽ രാഹുലിന് പിന്നാലെ കോൺഗ്രസിനെതിരെ BJPക്ക് അടിക്കാൻ കിട്ടിയ രണ്ടാമത്തെ ആയുധം. ഇവിടെ കേരളത്തിൽ KPCC പ്രസിഡന്റ് അറിഞ്ഞോ അറിയാതെയോ VT ബൽറാമിൻ്റെ ഈ നിലപാടിനെതിരെ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബൽറാമിനെ IT സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കാൻ തീരുമാനമായത്. GST കൗൺസിൽ പുതിയ നിരക്കുകൾ പ്രഖ്യാപിച്ചപ്പോൾ BDക്ക് 28% നിന്നും 18% നികുതി കുറച്ചു. BD പൊതിയുന്ന ഇലകളുടെ നികുതി നിരക്ക് 18 നിന്നും 5% കുറച്ചു. ഇതിന് പിന്നാലെയായിരുന്നു ഇതിനെയും ബീഹാറിൻ്റെ രാഷ്ട്രീയത്തെയും താരതമ്യം ചെയ്ത് കേരള കോൺഗ്രസിൻ്റെ എക്സ്പോ ഹാൻഡിലിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ഏറെ വിവാദമായതിൻ്റെ പോസ്റ്റ് പിൻവലിച്ചു. പക്ഷേ കേരള ഘടകത്തിന് VT ബൽറാമിനെയും ആ പോസ്റ്റിട്ട പദവിയിൽ നിന്നും പിൻവലിക്കേണ്ടി വന്നു. ആദ്യമായി ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ദുർബുദ്ധിക്കേറ്റ ഈ ഒരു അടിയിൽ പാർട്ടി കോൺഗ്രസ് അധ്യക്ഷന് തന്നെ പ്രതികരിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഒരു കാര്യത്തിലും കമ എന്ന ലക്ഷം മിണ്ടില്ല എന്ന് ശപഥമെടുത്തിരുന്ന ആളാണ് പുതിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. BD ബീഹാർ പോസ്റ്റ് തെറ്റായി പോയെന്നൊടുവിൽ സണ്ണി ജോസഫ് പ്രതികരിച്ചു. വലിയൊരു പിഴച്ചാണ്, വ്യക്തമായി പരിശോധിക്കാൻ കേന്ദ്ര ഘടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത്തരമൊരു പോസ്റ്റ് ഇട്ട് രാഹുൽ ഗാന്ധി അടക്കം ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിൽ നാണം കെടുത്തിയ VT ബൽറാമിനെ ഇനി ആ പദവിയിൽ വച്ചുകൊണ്ടിരിക്കില്ലെന്നാണ് ഇപ്പോൾ സണ്ണി ജോസഫ് പറയുന്നത്. പോസ്റ്റ് തയ്യാറാക്കിയത് ഒരു സോഷ്യൽ മീഡിയ ജീവനക്കാരനാണെങ്കിലും മീഡിയ സെല്ലിൻ്റെ ചാർജുള്ള VT ബൽറാമിനെ തന്നെ സമാധാനം പറയണമെന്നാണ് ഇപ്പോൾ KPCCയുടെ തീരുമാനം. എന്തായാലും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഗുണമൊന്നും ചെയ്തില്ലെങ്കിലും കേരളത്തിൽ നിന്നും ഇങ്ങനെ ബീഹാർ ലക്ഷ്യമാക്കി 1-2 ഒളിയമ്പുകളായി. ഇതിങ്ങനെ വിട്ടാൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസും അല്ലെങ്കിൽ യുവജന കോൺഗ്രസ് നേതാക്കളും എന്ത് ഭാവിച്ചാണെന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അടക്കം ചോദ്യം. ഈയൊരു പോസ്റ്റ് VT ബൽറാം ഇട്ട് അതിൻ്റെ വേണ്ടി സ്വന്തം പദവി വരെ ത്യാഗം ചെയ്യാൻ VT ബൽറാമിനെ കൊണ്ട് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു മുൻ IT സെൽ ചെയർമാൻ സരിനിരുന്ന് ചിരിക്കുകയാണ്. കാരണം ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അന്നും സരിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയത്, സരിൻ കോൺഗ്രസിൽ നിന്നും പുറത്തുചാടിയത്. എന്തായാലും കോൺഗ്രസിൻ്റെ IT സെൽ ചെയർമാൻ പദവി എന്നാൽ ആരും വാഴാത്തൊരു പദവിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ നേതൃത്വത്തിന് സ്ഥിരമായി നാണക്കേടുണ്ടാക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ട് പിന്നാലെ ഇതാ VT ബൽറാമിൻ്റെ നടപടികൾ. താനങ്ങനെ ചെയ്തിട്ടില്ല, അത് തൻ്റെ പോസ്റ്റല്ലെന്ന് VT ബൽറാം ശക്തിയുക്തം വാദിച്ചിട്ടുണ്ട്. കാരണം രാഷ്ട്രീയമാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 മെയ് മാസത്തിലുണ്ടാകും. അതിനു മുമ്പേ നഷ്ടപ്പെട്ടുപോയ പ്രതിച്ഛായ തിരിച്ചു പിടിക്കണം. അതുകൊണ്ട് സ്വന്തം പ്രതിച്ഛായ നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് VT ബൽറാം ഇപ്പോൾ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. അത് താൻ കണ്ട പോസ്റ്റല്ല, താൻ അറിഞ്ഞിട്ടില്ല എന്നെങ്കിലും IT സെല്ലിൻ്റെ ചാർജ് VT ബൽറാമിനാണ്. അതുകൊണ്ട് തന്നെ VT ബൽറാം സമാധാനം പറയട്ടെ എന്നാണ് ഇപ്പോൾ കേരള ഘടകത്തിൻ്റെ KPCCയുടെ തീരുമാനം.